കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രത്യേകാൽ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷവും അടുപ്പമുള്ള ഒരു ദൈവഭൃത്യനാണ് പാസ്റ്റർ ജോയി അവർ. അദ്ദേഹത്തെ ചർച്ചിൽ ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ഇടയായി തീർന്നത് വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. എല്ലാവരെയും വ്യക്തിപരമായി പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരുടെയും മുഖം പലരുടെയും എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇച്ചിരി ഡീവിയേറ്റ് ചെയ്ത് മറ്റ് വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നുപോകും. സന്ദർഭം അനുസരിച്ച് നമ്മൾ ആ വിഷയങ്ങൾ പഠിക്കുവാൻ തക്കം ഇടയായിത്തീരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേദപുസ്തകത്തിന്റെ ഒരു ഔട്ട്ലൈൻ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരുവിധം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു അടിസ്ഥാനം നമുക്ക് വേണം. വേദപുസ്തകത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ആവശ്യമാണ്. അത് ബാക്കി മുമ്പിലുള്ള 65 പുസ്തകങ്ങളും ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ വെളിപ്പാട് പുസ്തകം നമുക്ക് ആഴമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ അതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അത് ആ നിലയിൽ നമ്മൾ ചിന്തിച്ച് പോകുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനി നമുക്ക് ആ വാക്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് എന്നോട് ചോദിക്കുന്നതിന് ഒരു തടസ്സമില്ല. എന്തെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിലോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അല്ലാതെ ബൈബിളിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ആരോടും ചോദിച്ച് മനസ്സിലാക്കാത്ത സംശയമാണെങ്കിൽ എൻ്റെ അറിവിനൊത്തവണ്ണം എനിക്ക് അറിയാവുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാൻ മടിക്കണം. നമ്മൾ ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. പിതാവാം ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഈ വെളിപ്പാടിനെ ദൈവം തന്റെ പുത്രന് നൽകി. പുത്രൻ അത് ദൂതൻ മുഖാന്തരം പത്മോസിലായിരുന്ന യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തെ ഏഴുകളുടെ പുസ്തകം എന്നാണ് വിളിക്കുന്നത്. ഏഴുകളുടെ പുസ്തകം അങ്ങനെ വിളിക്കാൻ കാരണമുണ്ട്. ആ പുസ്തകത്തിൽ ഒരു നീണ്ട നിര തന്നെ ഏഴുകൾ നമുക്ക് കാണാൻ പറ്റും. വേദപുസ്തകത്തിലെ സംഖ്യകൾക്കെല്ലാം അർത്ഥമാണ്. വേദപുസ്തകത്തിലെ സംഖ്യകൾക്ക് അർത്ഥമുണ്ട്. എന്നാൽ സംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞ ജ്യോതിഷത്തിന് പകരമായിട്ടുള്ള ഒരു ന്യൂമറോളജി എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അത് സാധാന്യം. ഒരാളിന്റെ ജന്മദിനമോ ആ ഡേറ്റോ ഒക്കെ കണ്ട് അവരുടെ ഭാവി പ്രവചിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വളരെ സാധാന്യമാണെന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. കാറിന്റെ നമ്പർ 40 22 2 4 4 4 8 8 നല്ല സംഖ്യയാണെന്ന് പറഞ്ഞ് അങ്ങനെ അത് വിശ്വസിച്ചാൽ അതിന്റെ കൂടെ ഒരു പിശാചുടെ പേര്. അത് പിന്നെ എത്ര പ്രാർത്ഥിച്ചാലും പോകാൻ വളരെ പാടാണ്. അപ്പൊ അതുകൊണ്ട് ജ്യോതിഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നക്ഷത്രം നോക്കുക, ജ്യോതിഷം നോക്കുക, തത്തയെ കൊണ്ട് കാർഡ് എടുപ്പിച്ച ഭാവി പറയുക, ഇതെല്ലാം പൈശാചിയാണ്. അപ്പൊ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തി അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഓർത്തിരിക്കും. എന്നാൽ കർത്താവ് നമ്മളോട് ദൂതുകൾ പറയാറുണ്ട്. നമുക്ക് ആവശ്യമായ ദൂതുകൾ കർത്താവ് തരും. എന്നാൽ നമ്മുടെ ഒരു ഭാവിയെ കുറിച്ചുള്ള എല്ലാ കാര്യവും പറഞ്ഞു തരത്തില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാക്ബത്ത് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ഒരു നാടകമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം മാക്ബത്ത്. ഈ മാക്ബത്ത് എന്ന് പറയുന്ന മനുഷ്യൻ നശിക്കാൻ കാരണം അയാള് മന്ത്രവാദികളുടെ പുറകെ പോയത്. അപ്പൊ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൈശാചികമായ കാര്യങ്ങളിൽ ഒരിക്കൽ ഇടപെട്ട് കഴിഞ്ഞാൽ, ഈ ഓജോ ബോർഡ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്, പലതരത്തിലുള്ള പരിപാടികളും, അതിൽ ഏതെങ്കിലും ഒന്നിൽ ചെന്ന് കൈവച്ച് പോയാൽ ദുരാത്മാക്കൾ ഉള്ളിൽ കയറും. അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആളിനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല കൊലകളുടെയും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകരെ കൊന്ന ആ ആളുകളെല്ലാം ഇങ്ങനെയുള്ള സെലസ്റ്റിയലായിട്ടുള്ള അങ്ങനെയുള്ളതായ കാര്യങ്ങളുമായിട്ട് ദുരാത്മാക്കളുമായി ബന്ധപ്പെട്ട രീതികളാണ്. അപ്പൊ അങ്ങനെയുള്ള ഗെയിംസ് ഉണ്ട്, അങ്ങനെയുള്ളതായ മ്യൂസിക് ഉണ്ട്, അങ്ങനെയുള്ള ആത്മാക്കളുമായി ബന്ധപ്പെടുന്ന വഴികളുണ്ട്. ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ പൈശാചിക ശക്തികൾ ബന്ധിക്കുവാൻ തക്കൊന്നിടയായി.
എന്നാൽ വേദപുസ്തകത്തിലെ സംഖ്യകൾക്ക് അർത്ഥമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഏകത്വത്തെ കാണിക്കുകയാണ്, 2 ഭിന്നതയെ കാണിക്കുകയാണ്, 3 ട്രിനിറ്റിയുടെ സംഖ്യയാണ്, 4 ലോകത്തിന്റെ സംഖ്യയാണ്, 5 ദൈവകൃപയുടെ സംഖ്യയാണ്, 6 മനുഷ്യന്റെ സംഖ്യയാണ്, 7 എന്ന് പറയുന്നത് ദൈവിക പൂർണ്ണതയുടെ സംഖ്യ. 7 അതൊന്ന് നിർത്തി പറയാമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു നോട്ട് ചെയ്യുമ്പോഴേ. 1 എന്ന് പറയുന്നത് ഏകത്വത്തെ കാണിക്കും, 2 ഡിവിഷൻ അല്ലെങ്കിൽ ഭിന്നതയെ കാണിക്കും, 3 ട്രിനിറ്റിയെ കാണിക്കും, 4 ലോകത്തിന്റെ സംഖ്യ, 4 ദിക്കുകൾ, 4 എന്ന് പറയുന്നത് ലോകത്തിന്റെ സംഖ്യ, 5 എന്ന് പറയുന്നത് കൃപയുടെ സംഖ്യയാണ് അല്ലെങ്കിൽ പാപപരിഹാരത്തിന്റെ സംഖ്യയാണ്. 5 യാഗങ്ങൾ, യാഗപീഠത്തിന്റെ അളവുകൾ 5നോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പൊ 5 കർത്താവിന്റെ പഞ്ചമുറുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 5 എന്ന് പറയുന്നത് പാപപരിഹാരത്തിന്റെ അല്ലെങ്കിൽ കൃപയുടെ സംഖ്യ. 6 എന്ന് പറയുന്നത് മനുഷ്യന്റെ സംഖ്യ. 6-ാം ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഗോലിയാത്തിന്റെ അളവ് 6നോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇനി വരാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റിന്റെ നമ്പർ എന്ന് പറയുന്നത് 3 6കളിൽ ഉൾപ്പെട്ടത്. അപ്പൊ 6 എന്ന് പറയുന്നത് മനുഷ്യന്റെ സംഖ്യ, 7 എന്ന് പറയുന്നത് ദൈവിക പൂർണ്ണതയുടെ സംഖ്യ, 8 എന്ന് പറയുന്നത് പുനരുദ്ധാനത്തിന്റെ സംഖ്യ. അപ്പൊ ഇങ്ങനെ എല്ലാ സംഖ്യകൾക്കും, വേദപുസ്തകത്തിലെ സംഖ്യകൾക്കെല്ലാം അർത്ഥമുണ്ട്. നമ്മൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ ആദ്യം ഇത്രയും കാര്യങ്ങൾ 7 വരെയുള്ള അർത്ഥം നമുക്ക് ഇപ്പൊ തൽക്കാലം പഠിക്കാം. 7ാം ക്ലാസ് വന്ന് നിൽക്കുക. അപ്പൊ അതുവരെയുള്ള അർത്ഥം നമ്മൾ പഠിച്ചാൽ മതി. ഒന്നുകൂടെ ആവർത്തിക്കണമെങ്കിൽ ആവർത്തിക്കാം. എല്ലാവരും എഴുതിയെടുത്തെന്ന് കരുതുന്നു. ഒന്നുകൂടെ വേണ്ടവര് പറഞ്ഞാൽ മതി, വീണ്ടും പറയാം, പ്രശ്നമില്ല. നമുക്ക് സാവകാശം പഠിച്ച് പോയാൽ മതി. പിന്നെ ധൃതി പിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. സാവകാശം അറിയുന്ന കാര്യങ്ങൾ ശരിക്കും ഉള്ളിൽ കയറി പോകണം. അറിയാതെ ഒരിക്കലും തെറ്റാതെ മനസ്സിലിരിക്കാൻ പറ്റും. ഇപ്പൊ 7 എന്ന് പറയുന്നത് ദൈവിക പൂർണ്ണതയാണ്. 7 എന്ന് പറയുന്ന സംഖ്യക്ക് പ്രകൃതിയിൽ തന്നെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. 7 സംഗീതം അറിയാവുന്നവർക്കറിയാം, 7 നോട്ടുകളും 7. ഇപ്പൊ മലയാളത്തിന്റെ കർണാടിക് സംഗീതത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് മ്യൂസിക്കിലാണെന്നുണ്ടെങ്കിൽ 7 നോട്ടുകളാണുള്ളത്. സരിഗമ പദനിസ 7 നോട്ടുകളാണുള്ളത്. മ്യൂസിക്കിന് 7 അടിസ്ഥാനം, 7 വർണ്ണങ്ങൾ, നിറത്തിന് 7 വർണ്ണ അടിസ്ഥാന നിറങ്ങൾ എന്ന് പറയുന്നത് 7. മഴവില്ലിന്റെ 7 നിറങ്ങൾ, വിദ്യോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 7 എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ളതാണ്. ഇനി ജനനത്തോടുള്ള ബന്ധത്തിലും 7ന് വലിയ പ്രാധാന്യം. ഒരു മുട്ട അടവെച്ചാൽ എത്ര ദിവസം കൊണ്ട് വിരിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എത്ര ദിവസം കൊണ്ട് വിരിയും? 21 ദിവസം കൊണ്ട്, 3 into 7. അപ്പൊ അതുപോലെ മനുഷ്യന്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും പക്ഷികളുടെ ഒക്കെ ആയാലും മുട്ട വിരിയുന്നതും ജനന ദിവസവും പ്രസവവും ഒക്കെ എന്ന് പറയുന്നത് പലതും നമുക്ക് ശരിക്കും ചെന്ന് നോക്കിയാൽ 7നോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ 7 എന്ന് പറയുന്നത് പ്രകൃതിയിലായാലും വചനത്തിലായാലും ഇതിന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം, ഒരു സംഖ്യയാണ്. നമുക്കറിയാം എരിഹോവിനെ എത്ര ദിവസമാണ് ചുറ്റിയത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 7 എന്ന് പറയുന്ന സംഖ്യകൾ നമുക്ക് വേദപുസ്തകത്തിൽ പല ഇടങ്ങളിൽ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ 7 എന്ന് പറയുന്നത് ദൈവിക പൂർണ്ണതയുടെ സംഖ്യയാണ്. വേദപുസ്തകത്തിലെ 7കളുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ 7കൾ ഇനി ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, എഴുതിയെടുക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകും. വെളിപ്പാട് പുസ്തകത്തില് ആദ്യം 1, 7 കൂട്ടം ഭാഗ്യവാന്മാരെ കാണും. വേദപുസ്തകത്തിൽ ഒത്തിരി ഭാഗ്യവാന്മാരെ കാണാൻ. അത് ഓരോന്നായിട്ട് പഠിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ഇനി വേദപുസ്തകം വായിക്കുമ്പോൾ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതൊക്കെ എഴുതി വെക്കണം. എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി വലിയ മെസ്സേജുകൾ കിട്ടാൻ പറ്റും. നമുക്ക് ഭാഗ്യവാന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ കാണാൻ കഴിയും. ആരംഭം എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നമ്മുടെ ഭാഗ്യ പദവി ആരംഭിക്കുന്നത് എവിടെയാണ്? ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ക്ഷമിച്ചു കിട്ടിയ ഒരു വ്യക്തിയാണ് ഭാഗ്യവാൻ. ആ വ്യക്തിക്ക് ഭാഗ്യ പദവികൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. ലോട്ടറി എടുത്ത് കിട്ടുന്ന ഭാഗ്യ പദവിയല്ല. മനുഷ്യര് നമ്മളെ ഭാഗ്യവാന്മാരെ വിളിക്കുമ്പോൾ നമുക്ക് ചില പ്രത്യേക മറ്റുള്ളവർക്ക് ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ടാകും. വിദ്യാഭ്യാസ കൂടുതലുള്ളവർക്ക്, നല്ല ജോലിയുള്ളവർക്ക്, ധാരാളം പണമുള്ളവർക്ക്, ആരോഗ്യമുള്ളവരെ എല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ ഭാഗ്യവാനെന്ന് മറ്റുള്ളവർ നോക്കി വിളിച്ചാലും ഇവരെ എല്ലാം ദൈവം വിളിക്കുന്നത് അരിഷ്ടന്മാരാണ്. യഥാർത്ഥ ഭാഗ്യവാൻ ആരാണ്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ ആകൃത്തെ കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മുടെ ലംഘനം ക്ഷമിച്ചു കിട്ടിയാലും
ഇവിടെ ഒന്ന് അതൊന്ന് പറഞ്ഞ് ഞാൻ പോകാം. ലംഘനം ക്ഷമിച്ചു കിട്ടിയാലും കർത്താവിനെ ഉള്ളിലേക്ക് ഒന്നുകൂടെ നോക്കുക. എന്താണ് നോക്കുന്നത്? ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യനുണ്ടോ? അവന്റെ ആത്മാവിൽ വല്ല കപടതയുണ്ടോ എന്ന കർത്താവ് നോക്കും. ലംഘനം ക്ഷമിച്ച് കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അകൃത്യങ്ങളെ ക്ഷമിച്ച് കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അതേ സമയം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇനി എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ കളങ്കമുണ്ടോ, ഏതെങ്കിലും കപടതയുണ്ടോ, ഏതെങ്കിലും ഇരുട്ടുണ്ടോ എന്ന് കർത്താവ് നോക്കും. അപ്പൊ അതില് ദിവസം തോറും മുന്നോട്ട് വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. 112 സങ്കീർത്തനം നമുക്കറിയാം, യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പാപക്ഷമ പ്രാപിച്ചവൻ ദൈവ കൽപ്പനകളെ അനുസരിക്കണം. ദൈവകൽപ്പന അനുസരിക്കണം. എന്താണ് ദൈവകൽപ്പന? രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്നാനപ്പെടണം, അത് കൽപ്പനയാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അഭിഷേകം പ്രാപിക്കണം, അത് കൽപ്പനയാണ്. വേർപെടണം, അത് കൽപ്പനയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ പൂർണ്ണമായി പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കൂ. അപ്പോ ഒന്നാമത് 7 കൂട്ടം ഭാഗ്യവാന്മാരെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. ഞാൻ ഇനി വായിക്കാൻ നമുക്ക് നേരെ ഇല്ലാത്തത് കൊണ്ട് ആ 7 കൂട്ടം ഭാഗ്യവാന്മാരുടെ വാക്യം മാത്രം ഞാൻ പറയാം. വാക്യങ്ങൾ മാത്രം പറയാം. നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ടവർക്ക് വേഗത്തിൽ എഴുതിയെടുത്തോണം. വെളിപ്പാട് പുസ്തകത്തിലെയാണ് 7 കൂട്ടം ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യം. ഈ 7 കൂട്ടം ഭാഗ്യവാന്മാരെ പറഞ്ഞാണ് ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിക്കണേ ആ വാക്യം. 1-3, 14-13. നമ്മൾ വാക്യങ്ങൾ വായിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് അത് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് സമയം എടുത്തു പോകാനായിട്ട് പറ്റത്തില്ല. 1-3, 14-13, 16-15, 19-9, 20-6, 22-7, 22-14. എല്ലാവരും എഴുതിയെന്ന് കരുതുന്നു. ഇനി കർത്താവ് പറഞ്ഞ ക്രിസ്തുവിന്റെ തന്റെ പുനരാഗമനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ 7 പ്രസ്താവനകൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ. താൻ വീണ്ടും വരുന്നു എന്ന് കർത്താവ് പറഞ്ഞ 7 പ്രസ്താവന, അത് പൂർണ്ണമാണ്. കർത്താവ് മടങ്ങി വരും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം കർത്താവ് അത് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ അത് നമ്മൾ വായിച്ചു പോകാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വാക്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. നിങ്ങൾ അത് പിന്നീട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 1-7, 3-3, 3-11, 16-15, 22-7, 22-12, 22-20. ഒന്നുകൂടെ പറയാം. 1-7, 3-3, 3-11, 16-15, 22-7, 22-12, 22-20. ഇങ്ങനെ കർത്താവ് പറഞ്ഞ തന്റെ പുനരാഗമനത്തെ കുറിച്ച് പറഞ്ഞ 7 പ്രസ്താവനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 7കളാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7കളായി പറയുന്നത് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഒത്തിരി ഉണ്ട്. നമുക്ക് എല്ലാം ഒന്ന് പറഞ്ഞു പോകാം. 7 സഭകളെ നമുക്ക് കാണാൻ, 7 സഭ, 7 നിലവിളക്കുകളെ നമുക്ക് കാണാൻ, 7 സഭകൾ, 7 നിലവിളക്കുകൾ, 7 നക്ഷത്രങ്ങൾ, 7 മുദ്രകൾ, 7 ആത്മാക്കളായ 7 ദീപങ്ങൾ, 7 കൊമ്പുകൾ, 7 കാഹളങ്ങൾ, 7 ദൂതന്മാർ, 7 കലശങ്ങൾ, 7 ഇടികൾ, 7 തലയുള്ള സർപ്പം, 7 തലയുള്ള മൃഗം, 7 മലകൾ, 7 രാജാക്കൻ. എഴുതിയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കും. ഇനി നമ്മള് 7കൾ ഇനിയുണ്ട്, 7കളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. 7 സഭകൾ, 7 നിലവിളക്കുകൾ, 7 നക്ഷത്രങ്ങൾ, 7 മുദ്രകൾ, 7 ആത്മാക്കളായ 7 ദീപങ്ങൾ, 7 കൊമ്പുകൾ, 7 കാഹളങ്ങൾ, 7 ദൂതന്മാർ, 7 കലശങ്ങൾ, 7 ഇടികൾ, 7 തലയുള്ള സർപ്പം,
7 തലയുള്ള മൃഗം, 7 മലകൾ, 7 രാജാക്കൻ. എല്ലാവരും എഴുതിയെങ്കിൽ എഴുതിയെന്നൊന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അടുത്തതിലോട്ട് എഴുതിയല്ലോ. എഴുതാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എഴുതി പാസ്റ്റർ, എഴുതി. ഓക്കെ. ഇതില് 7 മൂർത്തികളെ കാണാൻ, 7 മൂർത്തി. ഞാനത് ഒന്ന് പറഞ്ഞു. ദ വുമൺ, 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലുള്ള സ്ത്രീ, സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ. 7 മൂർത്തികളെയാണ് ഞാൻ ഈ പറയുന്നത്. വേദപുസ്തകം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ അത് എഴുതിയെടുക്കണം. 12-ന്റെ 1 ഞാൻ വാക്യങ്ങൾ പറഞ്ഞു. ദ വുമൺ, ദ ഡ്രാഗൺ, ചാപ്റ്റർ 12-ന്റെ തന്നെ 3-4 വാക്യം. ദ മാൻ ചൈൽഡ്, ആൺകുട്ടി, ദ മാൻ ചൈൽഡ്, 12-ന്റെ 5. ദ ആർക്കേഞ്ചൽ, മീഖായൽ, ദ ആർക്കേഞ്ചൽ, മീഖായൽ, 12-ന്റെ 7. 17-ാമത്തെ വാക്യത്തിൽ ദ റെമനന്റ്, അവശേഷിക്കുന്ന ഒരു കൂട്ടം, ശേഷിക്കുന്ന ഒരു കൂട്ടം എന്ന് കാണാൻ പറ്റും. ഒക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. ദ ബീസ്റ്റ് ഫ്രം ദ സീ, 13-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. ദ ബീസ്റ്റ് ഫ്രം ദ എർത്ത്, ഭൂമിയിൽ നിന്ന് കയറി വരുന്ന. ഇപ്പൊ 7 മൂർത്തികളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവസാനത്തെ 7 ബാധകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ. അവസാനത്തെ 7 ബാധകൾ. പിന്നീട് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത് ദ 7 നോമോർ, ഇനി ഇല്ല എന്ന് പറയുന്ന 7 കൂട്ടം കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ. ഇനി ഇല്ല. ദ 7 നോമോർ. നോമോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇല്ല. ഉണ്ട്, ഉള്ളതായ കാര്യമാണ് ഇനി ഇല്ല എന്ന് പറഞ്ഞ് വരുന്ന 7 കൂട്ടം കാര്യങ്ങൾ. അത് എഴുതിയെടുക്കുന്നത് നല്ലതായി. അത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം. നോ മോർ കേഴ്സ്, ഇനി ശാപമില്ല. 22-ന്റെ 3. നോ മോർ കേഴ്സ്, ഇനി ശാപമില്ല. നോ മോർ നൈറ്റ്, ഇനി രാത്രിയിൽ. 22-ന്റെ 5. നോ മോർ സീ, ഇനി സമുദ്രമില്ല. 21-ന്റെ 1. നോ മോർ ഹങ്കർ ആൻഡ് തേസ്റ്റ്, ദാഹമില്ല, വിശപ്പുമില്ല. 7-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. 7-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യം. നോ മോർ പെയിൻ, ഇനി വേദനയില്ല. 21-ന്റെ 4. നോ മോർ ടിയേഴ്സ്, ഇനി കണ്ണുനീരില്ല. 21-ന്റെ 4. നോ മോർ ഡെത്ത്, ഇനി മരണമില്ല. 21-ന്റെ 5. നോ മോർ ടെമ്പിൾ, നോ ടെമ്പിൾ. 21-ന്റെ 22. 21-ന്റെ 22. ഇനി ആലയം, കാരണം കുഞ്ഞാട് ദൈവം തന്നെ ആലയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വേദപുസ്തകം നമുക്ക് 9 ആലയങ്ങൾ കാണാൻ കഴിയും. അതിന് എപ്പോഴെങ്കിലും പഠിക്കാം. ഇപ്പൊ അതിന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കയറുന്നു. അത് ഒന്നുകൂടെ പറയണേ, ആ 7 കാര്യങ്ങൾ. ഇനി ശാപമില്ല, 20 നോ മോർ, ശാപമില്ല, രാത്രിയില്ല, സമുദ്രമില്ല, വിശപ്പും ദാഹവും ഇല്ല. 7-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ. വേദനയില്ല, ദുഃഖമില്ല, വേദനയില്ല. 21-ന്റെ 4. നോ മോർ ടീയേഴ്സ്, 21-ന്റെ 4. നോ മോർ ഡെത്ത്, മരണമില്ല. 21-ന്റെ 5. നോ ടെമ്പിൾ, ഇനി ആലയം. 21-ന്റെ 22. ഇനി ആലയം. ഇപ്പൊ ഭൂമിയിൽ നമ്മള് ഭൂമിയില് 9 കൂട്ടം ആലയങ്ങൾ. അതൊരു സബ്ജക്റ്റാണ്. അത് എപ്പോഴെങ്കിലും പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വേദപുസ്തകത്തിലെ ആലയങ്ങൾ എന്തൊക്കെയാണ്? ആലയങ്ങൾ, ഇതിന്റെ പ്രത്യേകത എന്താ? ആ ആലയങ്ങൾ നമുക്ക് പിന്നെ ഒരു സന്ദർഭത്തിൽ പഠിക്കാം. അതിപ്പോ അതിന്റെ കൂടെ അതിനകത്ത് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ 7കളുടെ ഒരു വലിയ ഒരു സമാഹാരം തന്നെ, ഒത്തിരി 7കൾ. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകത്തെ നമുക്ക് എങ്ങനെ തിരിച്ചു പഠിക്കാം എന്ന് ചോദിച്ചാൽ, ഒന്ന്, അതിനെ 3ആയിട്ട് തിരിച്ചു പഠിക്കും. നമ്മൾ അതിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ഓരോ അധ്യായത്തിലേക്ക് നമ്മൾ ഇനി കയറി വരുന്നതാണ്, വാക്യങ്ങളിലേക്ക് വരിക. അപ്പൊ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് നമുക്ക് ഇനി കയറും. കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളും ഉണ്ട്. അതും കൂടെ പറഞ്ഞാണ് ഇന്ന് തീർക്കാൻ. നമ്മൾ ഓരോ വാക്യങ്ങളായിട്ടാണ് പഠിച്ചു പോകുന്നത്.
സാവകാശം പഠിക്കുന്നത് കൊണ്ട് ഇച്ചിരി കാര്യങ്ങൾ ഡീവിയേറ്റ് ചെയ്താ പോകുന്നത്. അതുകൊണ്ട് വെളിപ്പാട് ദിവസം മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങൾ അതിനോട് ചേർന്ന് പഠിക്കുക. ഓ ഇതിനെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തെ മൂന്നായിട്ട് തിരിക്കാനായിട്ട് ഏതാ പണ്ഡിതാക്കന്മാര് എടുക്കുന്ന വാക്യം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നു. അപ്പൊ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പാട് പുസ്തകത്തെ മൂന്നായിട്ട് തിരിക്കാം. 1, നീ കണ്ടത്; 2, ഇപ്പോഴുള്ളത്; 3, ഇനി സംഭവിക്കാനിരിക്കുന്നത്. 1-ന്റെ 19-ന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ മൂന്നായിട്ട് തിരിക്കാം. അതില് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അതിനെ മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെയാണ് തിരിക്കുന്നത്? 1, നീ കണ്ടത്; 2, ഇപ്പോൾ ഉള്ളത്; 3, മേലാൽ സംഭവിക്കാൻ. 1-ാം അധ്യായം യോഹന്നാൻ കണ്ടത്. 1-ാം അധ്യായം യോഹന്നാൻ കണ്ടത്. എന്താണ് അതിനകത്ത് കണ്ടത്? അത് നമ്മൾ പിന്നീട് പഠിക്കും. പ്രൈസലോ, തിരസ്കരിക്കപ്പെട്ട യേശുവിനെയാണ് കണ്ടത്. നീ കണ്ടത് 1-ാം അധ്യായമാണ് നീ കണ്ടത്. 2-ാമത്തേത് ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ 7 സഭകൾക്കുള്ള ദൂത. 2ഉം 3ഉം അധ്യായം 7 സഭകൾക്കുള്ള ദൂത്. അപ്പൊ അവിടെയൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് ഈ 7 സഭകളെ തിരഞ്ഞെടുത്തത്? അന്ന് വേറെ സഭകളൊക്കെ ഉണ്ട്, കൊരിന്ത്യ സഭയുണ്ട്, മറ്റ് സഭകളൊക്കെ ഒത്തിരി ഉണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് 7 സഭകളെ തിരഞ്ഞെടുത്തത്? അതിനൊക്കെ ഉത്തരങ്ങളുണ്ട്. അപ്പൊ 7 നീ കണ്ടതെന്ന് പറഞ്ഞാൽ അന്നല്ല, 7 കർത്താവായ 7 സഭകൾക്ക് ദൂത് എഴുതുകയാണ്. നീ ഇപ്പോഴുള്ളത് അത് 2ഉം 3ഉം അധ്യായങ്ങൾ. ഇപ്പൊ മേലാൽ സംഭവിക്കാനുള്ളതെന്ന് പറയുന്നതാണ് 4 മുതൽ 22 വരെ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇനി വേദോത്സവം വായിക്കണം, വെളിപ്പാട് ദിവസവും വായിക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. 1, നീ കണ്ടത് 1-ാമത്തെ അധ്യായം, 2, 3 അധ്യായങ്ങൾ. ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞ് കർത്താവ് എഴുതുന്ന 7 സഭകൾക്കുള്ള 7 ദൂതുകൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യം. എന്നാൽ ഈ 7 എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ 7 എന്നുള്ള വെളിപ്പാട് പുസ്തകത്തിന്റെ 7 പുസ്തകം എന്ന് പറയുന്നത് കൊണ്ട് ഈ പുസ്തകത്തെ നമുക്ക് 7 തിരിച്ചു വരും. 7 വെളിപ്പാട് പുസ്തകത്തെ 7 തിരിച്ച് പഠിക്കും. 1-ാമത്തേത് ദൈവദർശനം. 1-ാം അധ്യായം ദൈവദർശനം 1-ാം അധ്യായം. സഭകളെ കുറിച്ചുള്ള ദർശനം 2ഉം 3ഉം അധ്യായം. സഭകളെ കുറിച്ചുള്ള ദർശനം 2ഉം 3ഉം അധ്യായം. സ്വർഗത്തിൽ നടക്കുന്ന ഒരു സമ്മേളനം, സ്വർഗീയ സമ്മേളനം 4ഉം 5ഉം അധ്യായം. സ്വർഗത്തിൽ നടക്കുന്ന ഒരു വലിയ സമ്മേളനം. പിതാവായ ദൈവം അധ്യക്ഷനായിരുന്ന അവിടെ ചെയർമാനായിട്ട് പിതാവായ ദൈവം ഇരിക്കുന്നു. അവിടെ നമുക്ക് മറ്റ് പല ആളുകളെ കാണാൻ കഴിയും. ഒരു സമ്മേളനം സ്വർഗത്തിൽ നടക്കുകയുള്ളൂ. 6 മുതൽ, അത് 4ഉം 5ഉം അധ്യായം, 4ഉം 5ഉം അധ്യായങ്ങൾ സ്വർഗത്തിലെ സമ്മേളനം. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ മഹോപദ്രവകാലം. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ മഹോപദ്രവകാലം. മഹോപദ്രവകാലം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്? ട്രിബുലേഷൻ, ഇംഗ്ലീഷിൽ ട്രിബുലേഷൻ എന്ന് പറയും. മഹോപദ്രവകാലം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്കോട്ട് പറഞ്ഞാൽ നിങ്ങള് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൂടെ പോകുന്നത്. അല്ലാതെ ഞാനിങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ മാത്രം ഇരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് റെസ്പോൺസ് ഇല്ല. ക്ലാസ് ആയിരുന്നു തന്നെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയത്. അപ്പൊ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് തെറ്റിക്കോട്ട് കുഴപ്പമില്ല. തെറ്റ് വരുന്നെങ്കിലേ ശരിക്കും പഠിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം. തെറ്റ് പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് നാണക്കേടൊന്നും. നമ്മളിങ്ങനെ എത്ര പ്രാവശ്യം തെറ്റ് പറഞ്ഞാലും ഞാൻ ശരിയായിട്ടുള്ളത് പിടിച്ചു. ഇവരെ ക്യാമറ ഓൺ ചെയ്താണ്. അന്നേരമേ ക്യാമറ ഓൺ ചെയ്യാത്ത കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഇങ്ങനെ ഞാനൊരു ഇത് കേട്ടിട്ടുണ്ട്. ഈ കോട്ട് കൈയൊക്കെ കെട്ടിയാവുന്നിരിക്കുന്നത്, പ്രസംഗിച്ചോണ്ടിരിക്കും. ഇടയ്ക്കൊന്ന് അറിയാതെ എഴുന്നേറ്റുമ്പോഴാണ് കാണുന്നത് ലുങ്കി അടിയിൽ എടുത്തിരിക്കും.
ഇങ്ങനെയുള്ള പലരും ഇതിനകത്ത് കാണുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മെനിപ്പ് വരുത്തിയിട്ട് ഇളക്കിയോ, ഇടയ്ക്ക് നമ്മൾ ഈ സൂമിൽ മീറ്റിംഗ് ആയതുകൊണ്ട് ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെള്ളം പിടിക്കാനോ അടുക്കളയിലൊക്കെ ഒന്ന് കയറി പിള്ളേരെയൊക്കെ ഒന്ന് ശാസിക്കാനോ കാര്യങ്ങളൊക്കെ നടത്തിയൊക്കെ ഇരിക്കാൻ പറ്റും. സാധാരണ മീറ്റിങ്ങിന് അത് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നേരായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നേരെ നല്ലപോലെ കാര്യങ്ങളൊക്കെ ധരിച്ചും ഒക്കെ വേണം ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അല്ലാത്തവരായതുകൊണ്ടാണ് മിക്കവാറും ആളുകൾ ഈ ക്യാമറ ഓൺ ചെയ്യാത്തത്. എനിക്ക് നിങ്ങളെ എന്തുകൊണ്ടാണ് ഓൺ ചെയ്യാത്തത് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ യോഗത്തിന് വരുന്നതോടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുക. മൈക്ക് ഓൺ ആക്കിയിരിക്കുന്നവര്, ക്യാമറ ഉള്ളവര് ക്യാമറ ഓൺ ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി പറയാം. മൈക്ക് ഓൺ ആക്കിയിട്ട് പറയും. നിങ്ങള് മഹോദര കാലം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കി? കർത്താവിന്റെ വരവിന് ശേഷമുള്ള കാര്യം. അതെ, കറക്റ്റ് ആണ്, എക്സാക്ട്ലി കറക്റ്റ്. അപ്പൊ കർത്താവിന്റെ വരവെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കും. കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത് അതിന് രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് മേഘപ്രത്യക്ഷം, രണ്ട് മഹത്വപ്രത്യക്ഷം. മേഘപ്രത്യക്ഷതയ്ക്കും മഹത്വപ്രത്യക്ഷതയ്ക്കും ഇടയ്ക്ക് 7 വർഷത്തെ ഒരു ഇടവേള. അതിന്റെ വരവെന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് 2 വാക്കുകൾ നമ്മുടെ ഹൃദയത്തിനകത്തൊന്നും മാറിപ്പോകരുത്. ഇതൊക്കെയാണ്. ഒന്നാമത്തേത് മേഘപ്രത്യക്ഷം, 2 മഹത്വപ്രത്യക്ഷം. മേഘപ്രത്യക്ഷതയ്ക്കും മഹത്വപ്രത്യക്ഷതയ്ക്കും ഇടയ്ക്ക് 7 വർഷത്തെ ഒരു ഇടവേളയാണ്. ഈ 7 വർഷത്തെ ഇടവേളയിൽ ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട്. ആ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ അല്ലെങ്കിൽ ആ കാലത്തെ നമുക്ക് മഹോപദ്രവകാലം എന്ന് വിളിക്കും. ഇനി അതൊന്നുകൂടെ ഞാൻ ഇച്ചിരിയുടെ മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചിരിയുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറച്ചുകൂടെ അല്പം കൂടെ വിശദീകരിച്ചു. മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് ദൈവസഭയെ എടുക്കാൻ വേണ്ടി മാത്രം കർത്താവ് വരുന്നു. അതിന് വേറൊരു പേര് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഉൽപ്രാവണം അല്ലെങ്കിൽ റാപ്ചർ. ഇംഗ്ലീഷിൽ റാപ്ചർ എന്ന്. ഉൽപ്രാവണം തെസലോനിക്ക ലേഖനം 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. 2, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തര ശരീരങ്ങളായി ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം. ഇതെല്ലാവരും അറിയത്തില്ല. കാരണം കർത്താവിനെ വിളിക്കുന്ന 2 പേരുകളുണ്ട് നമുക്ക്. ഉദയനക്ഷത്രം ഉദിക്കുവോളം, പത്രോസിന്റെ ലേഖനത്തിൽ അത് കാണാം, ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. ഉദയനക്ഷത്രം ഉദിക്കുവോളം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേത്, നമ്മൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണിക്കുന്നത് സൂര്യൻ ഉദിക്കുകയാണ്. നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. പ്രവചനത്തിലെ വാക്യം നീതി സൂര്യന്റെ ഉദയം. അപ്പോ ഇരുട്ട് എന്ന് പറയുന്നത് ഒരു അസ്തമയത്തിനും ഉദയത്തിനും ഇടയ്ക്കുള്ള പീരീഡാണ് ഇരുട്ടെന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ ഇരുട്ടത്ത് നമ്മള് രാത്രി കഴിവാറായി, പകൽ അടുത്ത് രാത്രി കഴിവാറായി. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് രാത്രിയാണ്. അത് അറിയാവുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് വലിയ സന്തോഷമാണ്. രാത്രി കഴിവാറായി എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി കഴിവാറായി. രാത്രി കഴിയുന്നത് എപ്പോഴാണ്? രാത്രി കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി സൂര്യൻ ഉദിക്കുമ്പോൾ. യേശു ക്രിസ്തു ആകുന്ന നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഇനി ഉദിക്കാൻ പോവുക. അതാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷം. സൂര്യൻ ഉദിക്കുന്നത് എല്ലാവരും കാണും. സൂര്യൻ ഉദിക്കുന്നത് കാണാത്തവരാരും. പ്രൈസ് ദി ലോർഡ്. നമ്മളീ പലരും സൂര്യോദയം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യോദയം കണ്ടിട്ടുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതി. ഒരു പ്രൊഫസറെ കോളേജിലെ പിള്ളേരോട് ഒരു ദിവസം ചോദിച്ചാൽ സൂര്യോദയം കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? അവരാരും സൂര്യോദയം കണ്ടിട്ടില്ല. കാരണം ഉണർന്ന് എഴുന്നേൽക്കുന്നത് 8 മണിക്ക്. ഉദയ സൂര്യനെ കണ്ടിട്ടേ. പ്രൈസ് ദി ലോർഡ്. സൂര്യോദയം കണ്ടിട്ടുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതി. അപ്പൊ സൂര്യോദയം എല്ലാവർക്കും ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും സൂര്യോദയവും കാണാനായിട്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ചില നാഴികൾക്ക് മുമ്പ് ഉദിക്കുന്ന ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തിന്റെ പേരാണ് ഉദയനക്ഷത്രം. ഉദയനക്ഷത്രം കാണണമെങ്കിൽ ഉണർന്നിരിക്കുന്നവർക്കേ കാണാൻ പറ്റും.
Praise the Lord. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഉണർന്നിരിക്കുകയാണ്, നമ്മൾ ഉണർന്നിരിക്കുകയാണ്. നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? നമ്മൾ ഉണർന്നിരിക്കുന്നത് എന്തിനാണ്? Praise the Lord. സുവിശേഷത്തിലെ നമ്മൾ കാണുന്നു, യജമാനൻ ഏത് സമയത്ത് വരുമെന്നറിയാതെ ഉണർന്നിരിക്കുന്ന ദാസൻ. അപ്പൊ നമ്മള് യജമാനൻ എപ്പോഴാ വരുന്നതെന്നറിയാതെ ഉണർന്നിരിക്കുക. ആദ്യമ നൂറ്റാണ്ട് പോലെ പറയാം, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു. ഇപ്പോഴും ആളുകൾ നമ്മളെല്ലാം പറയുന്നുകൊണ്ടിരിക്കുന്നത് കർത്താവ് വരുന്നു. വരാൻ പോകുന്ന കർത്താവിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തിനാ അങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന്റെ സമയം, കർത്താവ് വരുന്നത് കള്ളനെ പോലെ. കള്ളൻ എന്തിനാ വരുന്നത്? കള്ളനെ പോലെ വരുമെന്ന്. കള്ളൻ എന്തിനാ വരുന്നത്? കള്ളൻ വീട്ടിനകത്ത് കയറുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ അടുക്കളയിലുള്ള പൊട്ടിയ കലവും 2-3 ചിരട്ടയും കിഴിഞ്ഞിരിക്കുന്ന 2 അലുമിനിയം എടുത്തോണ്ട് പോകാനോ? ഈ വിലയില്ലാത്തത് കള്ളന് വേണ്ട. കള്ളന് വേണ്ടത് ഏറ്റവും വിലയുള്ളത്. ഇപ്പൊ കള്ളനെ പോലെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിൽ ദൈവത്തിന് ഏറ്റവും വിലയുള്ളത് എന്താണ്? സ്വർണ്ണം വെള്ളിയൊന്നും അല്ല. ദൈവത്തിന് ഏറ്റവും വിലയുള്ളത് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, പ്രഷ്യസ് ബ്ലഡ്. ഇപ്പൊ ഏറ്റവും വിലയേറിയ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത് കൊണ്ട് നമ്മൾ ഏറ്റവും വിലയേറിയവൻ. ഒരു വസ്തുവിന്റെ വില നിർണ്ണയിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ട് എത്രമാത്രം മുതൽ മുടക്കിയെന്ന്. ഞാൻ സാധാരണ പറയാറുണ്ട്, 10 രൂപ കൊടുത്ത് ഒരു കച്ചി കെട്ട് മേടിച്ചോണ്ട് വരാം. ആടുമാടുകളോ പശുവോ ഒക്കെ ഉള്ളവർ അതിനുള്ള സാധനങ്ങൾ മേടിച്ചു വരും, കച്ചി മേടിച്ചോണ്ട് വരും. 10 രൂപ അല്ലെങ്കിൽ 20 രൂപ വിലയുള്ളൂ. അതിന് അത്ര പ്രാധാന്യമുള്ളൂ. അതുകൊണ്ടൊന്ന് തൊഴുത്തിലേക്ക് കാലുമടക്കി ഒരു തട്ട് കെട്ടിയിടും. അതവിടെ കിടക്കും, പശു കാളയൊക്കെ തിന്നും. എന്നാൽ ഒരു 10,000 രൂപയുടെ ഒരു മോതിരം മേടിച്ചോണ്ട് വരുന്ന ഒരാള് ഇങ്ങനെ കൊണ്ടുവന്ന് കാലുമടക്കി തട്ടിയിടത്തില്ല. കാരണം അതുകൊണ്ടൊന്ന് വളരെ സൂക്ഷ്മമായി വെക്കും, വളരെ ഭദ്രമായി വെക്കും. കാരണം അതിന് മുടക്കിയ വില വലുത്. അപ്പൊ എത്രമാത്രം വില കൂടുതൽ മുടക്കും അത്രത്തോളം വിലയ്ക്ക് വാങ്ങിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് വിലയേറിയത്. ഈ ഭൂമിയിൽ ഏറ്റവും വിലയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തമാണ്. അതിന് തുല്യമായി മറ്റൊന്നുമില്ല. ആ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്, നാം ഏറ്റവും വിലയേറിയവരാണ് എന്നുള്ളതാണ്. നാം ഏറ്റവും വിലയേറിയവരാണ്. അപ്പൊ കള്ളൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും വിലയുള്ളത് കൊണ്ടുപോകാനാണ്. കർത്താവ് വരുന്നത് കള്ളനെ പോലെയാണ്. എന്തിനാ വരുന്നത്? തനിക്ക് ഏറ്റവും വിലയുള്ളതിന് തന്റെ അടുക്കൽ ചേർക്കാൻ യേശു വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് അധികം ആരും അറിയത്തില്ല. കാത്തിരിക്കുന്നവർ മാത്രം, കാണാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവർ മാത്രം, കാത്തിരിക്കുന്നവർ മാത്രം, ഉദയനക്ഷത്രം കാണുന്നത് പോലെ കർത്താവിനെ എതിരേൽക്കാൻ കാത്തിരിക്കുന്നവർ മാത്രം അറിയുന്ന ഒരു കാര്യമാണ് യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത. അതെല്ലാവരും അറിയത്തില്ല. യേശു ഈ ഭൂമിയിൽ വന്നത്, യേശു ക്രിസ്തു ജനിച്ചത് ആരും അറിഞ്ഞു? അറിയേണ്ടവരാരും അറിഞ്ഞില്ല. ഒന്നാമത് അറിയേണ്ടത് മഹാപുരോഹിതനായിരുന്നു, അയാൾ ഒട്ടും അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അറിയേണ്ടത് അവിടുത്തെ രാജാവാണ്. അത് മനുഷ്യൻ ഒട്ടും അറിഞ്ഞു. അറിഞ്ഞത് ആരാണ്? ഒരു വിലയില്ലാതിരുന്ന കുറെ പേര്, അവര് മാത്രമാണ് അറിഞ്ഞത്. അതുപോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ആദ്യ ഭാഗമായ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് എല്ലാവരും അറിയത്തില്ല. ഒരു പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ദൈവത്തിന്റെ ജനം ഇവിടുന്ന് എടുക്കപ്പെടും. ദൈവത്തിന്റെ ജനം ഇവിടുന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ മഹത്വ പ്രത്യക്ഷത വരെയുള്ള 7 വർഷം ഈ ഭൂമിയിൽ ദൈവിക ന്യായവിധി വെളിപ്പെടുന്ന വർഷങ്ങൾ. അതുകൊണ്ടാണ് അതിനെ മഹോപദ്രവകാലം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓരോന്നങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പോകാം. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മഹോദരകാലം എന്താണ് എന്നുള്ളത് മനസ്സിലായി. ഈ മഹോപദ്രവ കാലത്തിനിടയ്ക്ക് ഈ ഭൂമിയിൽ നടക്കുന്ന ന്യായവിധിയാണ്. 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴും 7 കാഹളങ്ങൾ ഊതുമ്പോഴും 7 കലശങ്ങൾ ഒഴിക്കുമ്പോഴും നടക്കുന്ന അതിഭീകരമായ ദൈവിക ന്യായവിധി. ഇന്ന് സുവിശേഷം പറഞ്ഞിട്ട് അനുസരിക്കാതെ പോകുന്ന ഇവര് അതിഭീകരമായ ന്യായവിധി കൊണ്ടെത്തുന്നു പോകും ഈ ലോകം. പ്രൈസ് ദി ലോർഡ്. അന്ന് അവർക്ക് അത് മനസ്സിലാകും, എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവജനത്തിന്റെ വില. അന്നാണ് അവര് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട്
6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. അത് ഈ ഭൂമിയിൽ ഇനി സംഭവിക്കാൻ പോകും, മഹോപദ്രവ കാലത്ത് സംഭവിക്കാൻ പോകുന്ന ദൈവിക ന്യായവിധി. 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 19-ാം അധ്യായം നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. 19-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ് 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത നമുക്ക് 19-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അടുത്തത് 20-ാം അധ്യായം എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയും 1000 ആണ്ട് വാഴ്ചയും അന്ത്യ ന്യായവിധിയും. ഇരുപതാം അധ്യായം സഹസ്രാബ്ദ വാഴ്ച അന്ത്യ ന്യായവിധി. 21-ഉം 22-ഉം അധ്യായങ്ങൾ നിത്യത. ഒന്നുകൂടെ ഞാൻ പറയാം. വിഷയങ്ങളുടെ ക്രമമനുസരിച്ച് വെളിപ്പാട് പുസ്തകത്തെ 7 ആയിട്ട് തിരിച്ചു. ആദ്യത്തേത് 1 ദൈവദർശനം, 1-ാം അധ്യായം. 2 സഭകളെ കുറിച്ചുള്ള ദർശനം, 2-ഉം 3-ഉം അധ്യായം. 3 സ്വർഗീയ സമ്മേളനം, 4-ഉം 5-ഉം അധ്യായം. 4 മഹോപദ്രവകാലം, 6 മുതൽ 18 വരെയുള്ള അധ്യായം. 5 മഹത്വ പ്രത്യക്ഷത, 19-ാം അധ്യായം. 6 സഹസ്രാബ്ദ വാഴ്ചയും അന്ത്യന്യായവിധി. അപ്പൊ ഇനി ഇടയ്ക്കൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഈ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അറിയാവുന്നത് പറയാം, തെറ്റിപ്പോട്ട് കുഴപ്പമില്ല. എന്താ സഹസ്രാബ്ദ വാഴ്ച? മിലേനിയം എന്നൊക്കെ നമ്മള് പറഞ്ഞു കേൾക്കുന്നു. മിലേനിയം, 1000 ആണ്ട് വാഴ്ച. പറഞ്ഞ കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. തെറ്റിച്ച് പറഞ്ഞെങ്കിലേ ശരിയായിട്ടുള്ള പഠിക്കത്തു. എന്താണ്? ആരാണ്ടോ എന്ന് പറഞ്ഞല്ലോ, ഇച്ചിരി പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞോ, കുഴപ്പമില്ല. സഹസ്രാബ്ദ വാഴ്ച എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? സഹസ്രാബ്ദ വാഴ്ച എന്ന് ഞാൻ പറഞ്ഞു, എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ടുണ്ട്, വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ? സഹസ്രാബ്ദ വാഴ്ച കേട്ടിട്ടുണ്ട്. വാഴ്ച നടത്തുന്ന ആ 1000 ആണ്ട് വർഷം. അതെ, അതാണ് കറക്റ്റ്. ഇച്ചിരുടെ തെളിവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മഹോപദ്രവകാലം കഴിഞ്ഞിട്ട് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് സക്രിയാപ്രവചനം നമ്മൾ വായിക്കുന്നത് പോലെ ദൈവസഭയുമായിട്ട് ഒലിവുമലമേൽ കർത്താവ് ആശ്ചര്യമായി ഇറങ്ങി. കർത്താവ് കയറിപ്പോയത് എവിടുന്നാണ്? കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് എവിടുന്നാണ്? ഒലിവുമലയിൽ നിന്ന്. ആ ഒലിവുമലയിൽ അവര് കർത്താവ് ഇങ്ങനെ റോക്കറ്റ് പോകുന്നത് പോലെ മേലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആശ്ചര്യത്തോടെ ഇവർ നോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ദൂതന്മാർ അവരുടെ അടുക്കൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ കണ്ട യേശു, സ്വർഗത്തെ കയറിപ്പോയ യേശു നിങ്ങൾ ഇപ്പൊ കണ്ടതുപോലെ തന്നെ വീണ്ടും ഇറങ്ങി വരുന്നു. അപ്പോൾ കർത്താവ് ആക്ഷരികമായിട്ട് ഒലിവുമലമേൽ കാല് ചവിട്ടും. ആ ഒലിവുമലമേൽ കാല് ചവിട്ടിയിട്ട് യെരുശലേമിലേക്ക് കർത്താവ് എഴുന്നള്ളും. അവിടെ യെരുശലേമിന് നിങ്ങൾക്ക് അതും പഠിക്കേണ്ട ഒരു കാര്യമാണ്. യെരുശലേമിന് 12 വാതിലുകൾ. ഈ 12 വാതിലുകൾ നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. യെരുശലേം എന്ന് പറയുന്ന ഒരു പട്ടണത്തെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പിന്തുടരാൻ കഴിയുന്ന ഒരു പട്ടണമാണ് യെരുശലേം. സമാധാനത്തിന്റെ പട്ടണം എന്നാണ് ആ പേരിന്റെ അർത്ഥം. യെരുശലേം എന്ന് പറയുന്നത് ഇനി വളരെ പ്രാധാന്യമുള്ളതാണ്. യെരുശലേം എന്ന് പറയുന്ന പട്ടണത്തിന് ദൈവത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ് യെരുശലേം. അപ്പോൾ ഈ ആക്ഷരികമായിട്ട് കർത്താവ് ഇറങ്ങി വന്നിട്ട് യെരുശലേമിന് 12 വാതിൽ. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ആ 12 വാതിലുകൾ കാണാൻ കഴിയും. ഈ 12 വാതിലുകൾ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന 12 കൂട്ടം ആത്മീക അനുഗ്രഹങ്ങൾ. അതും ശാന്തമായി പഠിക്കേണ്ട ഒരു നല്ല വിഷയമാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകമായിട്ട് അത് കമ്പയർ ചെയ്ത് പോകാൻ ഒക്കാത്തത് കൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. നെഹമ്യാവിന്റെ പുസ്തകത്തിലെ യെരുശലേമിന്റെ 12 വാതിലുകൾ എന്ന് പറയുന്നത് യെരുശലേം
വാതിലുകൾ അതിന്റെ മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടന്നു. ആ മതിലുകൾ ഇടിഞ്ഞുപോയ മതില് പണിതു തീവെച്ച് ചുട്ടുപോയ വാതിലുകൾ പണിത് നെഹമ്യാവ് 52 ദിവസം കൊണ്ട് നെഹമ്യാവ് പട്ടണത്തെ പുനരുദ്ധരിച്ചെടുത്തതാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിലെ വിഷയം. അപ്പൊ ആ 12 ഇവിടെ എഴുതിയിരിക്കുന്ന 12 വാതിലുകൾ എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന 12 കൂട്ടം ആത്മീക അനുഗ്രഹങ്ങളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ അതില് ഒരു വാതിലുണ്ട്. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുക. കിഴക്കൻ ഈസ്റ്റേൺ ഗേറ്റ് എന്ന് പറയുന്ന വാതിൽ അടച്ചിട്ടിരിക്കുക. അതിലേക്കൂടെ കയറാൻ പറ്റുന്നു. അത് ഇപ്പൊ അടഞ്ഞു കിടക്കുകയാണ്. ആ വാതിൽ വഴിയായിട്ട് കർത്താവ് യെരൂശലേമിലേക്ക് പ്രവേശിക്കും എന്നാണ് കരുതപ്പെടുന്നത്. പ്രവചനങ്ങളും അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കർത്താവ് ആ യെരൂശലേമിൽ വന്നാൽ യെരൂശലേം പട്ടണം ആസ്ഥാനമാക്കി തലസ്ഥാനമാക്കി ക്രിസ്തു 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കും. യേശു ക്രിസ്തു 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കും. കർത്താവ് 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് വാക്യങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പൊ അന്ന് കൂടെ വാഴുന്നത്, കൂടെ ഭരിക്കുന്നത് വിശുദ്ധന്മാരാണ്, അല്ലെങ്കിൽ ദൈവ സഭയാണ്. യേശുവിന് പുത്രൻ എന്നുള്ള നിലയ്ക്ക് 4 പേരുകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 1-ാം അധ്യായം സാധാരണ നമ്മളാരും വായിക്കാറില്ല. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുഴുവൻ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ക്യാമറ ഓണാക്കിയവര് ഒന്ന് കൈവക്കുന്നത് നല്ലതായിരുന്നു. വളരെ നല്ല കാര്യമാണ്. സാധാരണ ആളുകൾ വായിക്കാറില്ല. കാരണം അതൊരു വംശാവലിയാണ്. നമുക്ക് വിരസത തോന്നുന്ന ഒരു വംശാവലിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ വിരസത തോന്നുന്നതാണെങ്കിലും പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ആ വംശാവലി എഴുതിയിരിക്കുന്നതിന് വലിയ പ്രാധാന്യം. പരിശുദ്ധാത്മാവൊട്ടും തെറ്റുപറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായമായിട്ട് ആ വംശാവലി പുതിയ നിയമം ആരംഭിക്കുമ്പോൾ അത് എഴുതാൻ അതിന് വലിയ പ്രാധാന്യമുണ്ട്. യേശുവിന്റെ വംശാവലി 2 സുവിശേഷങ്ങളിൽ കാണാം. 1-ാമത്തേത് മത്തായിയുടെ സുവിശേഷത്തിൽ, 2-ാമത്തേത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. മറ്റ് 2 സുവിശേഷങ്ങളിൽ വംശാവലി എഴുതിയിട്ടില്ല. വംശാവലി എഴുതിയതിന് കാരണങ്ങളുണ്ട്, എഴുതാത്തതിന് അതിനേക്കാൾ കൂടുതൽ കാരണങ്ങൾ. എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങളുണ്ട്. അത് എഴുതാതെ ചുമ്മാ അറിയാതെ വിട്ടുപോയതല്ല, അത് എഴുതാതെ വിട്ടിരിക്കുന്നതിന് കാരണങ്ങൾ. അത് നമുക്ക് ആ സുവിശേഷങ്ങൾ പഠിക്കുമ്പോഴേ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സുവിശേഷങ്ങൾ ആരംഭിക്കുമ്പോൾ, വംശാവലി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു കാര്യം അവിടെ കാണാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞ് ആരംഭിക്കും. അപ്പൊ പുത്രൻ എന്നുള്ള നിലയ്ക്ക് യേശുവിന് 4 പേരുകൾ കാണാൻ കഴിയും. 1 ദാവീദിന്റെ പുത്രൻ, 2 അബ്രഹാമിന്റെ പുത്രൻ, 3 മനുഷ്യപുത്രൻ, 4 ദൈവപുത്രൻ. ഒന്നുകൂടെ ഞാൻ പറയാം. പുത്രൻ എന്നുള്ള നിലയിൽ യേശുവിന് 4 പേരുകളും. 1-ാമത്തേത് ദാവീദിന്റെ പുത്രൻ. ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ദാവീദിന്റെ സിംഹാസനത്തിന് അവകാശം. ദാവീദിന്റെ സിംഹാസനം എന്നേക്കുള്ള സിംഹാസനം ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നു. ആ എന്നേക്കുള്ള സിംഹാസനം വരണമെങ്കിൽ യഥാർത്ഥത്തിൽ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു ആ സിംഹാസനത്തിൽ ഇരിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് യെരൂശലേമിൽ സിംഹാസനത്തിൽ ഇരുന്ന് ഈ ഭൂമിയെ ഭരിക്കും. 1000 ആണ്ട് വാഴ്ചക്കാലം, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ആ സമയത്ത് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ ഭൂമിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു, ഭൂമിക്ക് 7 കോസ്മിക് സ്റ്റേജസ് ഉണ്ട്, 7 അവസ്ഥകളുണ്ട്. 1-ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആദിമ ഭൂമി, അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ സൃഷ്ടിപ്പ്. ആ ഭൂമിയാണ് പിന്നത്തേതിൽ പാഴും ശൂന്യമായി തീർന്നത്. അത് പാഴും ശൂന്യമായി തീരുന്നതിനുള്ള കാരണങ്ങളുണ്ട്. പാഴും ശൂന്യമായി തീരുകയാണുണ്ടായത്. ആ പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ 7 ദിവസങ്ങൾ കൊണ്ട് കർത്താവ് നവീകരിച്ച് 6-ാം ദിവസം 6 ദിവസങ്ങൾ നവീകരിച്ച് 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 7-ാം ദിവസം താൻ സ്വസ്ഥനായി. അപ്പോൾ ആ നവീകരിക്കപ്പെട്ട ഭൂമിയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത്.
ആ ഭൂമിയിൽ മുള്ളും പറക്കാരയില്ല. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭൂമി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ മേൽ വന്ന ശാപം, ഭൂമി ശപിക്കപ്പെട്ടു, പിശാച് സാത്താൻ സർപ്പം ശപിക്കപ്പെട്ടു, സ്ത്രീ ശപിക്കപ്പെട്ടു, ആദാം ശപിക്കപ്പെട്ടു. അപ്പൊ ഭൂമി ശപിക്കപ്പെട്ടപ്പോൾ ശപിക്കപ്പെട്ട ഭൂമിയുടെ അടയാളമായിട്ടാണ് മുള്ളും പറക്കാരെയും വിളിച്ചത്. നമ്മള് പാറ്റയുടെ ഷൂ ഒക്കെ ഇട്ട് നടക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുള്ളു കയറാതെ ഇട്ട് നടക്കേണ്ട കാര്യം ഈ ശാപം വന്നതുകൊണ്ട്. ശാപത്തിന്റെ അടയാളമാണ് മുള്ളും പറക്കാരും. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചതിന് കാരണമുണ്ട്. എന്താ മുൾക്കിരീടം വെക്കാൻ കാരണം? മാനവജാതിയുടെ ശാപം മുഴുവനും യേശു തലയിൽ ഏറ്റു. ഹല്ലേലൂയ. ശാപത്തിന്റെ അടയാളമായ മുൾക്കിരീടം അവന്റെ മേൽ വെച്ചു. മുൾക്കിരീടം തലയിൽ ഏറ്റത് കൊണ്ടാണ് നമുക്ക് കർത്താവിൽ നിന്ന് പൊൻകിരീടം ലഭിക്കാൻ പോകുന്നത്. യേശു മുൾക്കിരീടം ഏറ്റത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പൊൻകിരീടം ലഭിക്കാനായിട്ട് പോകുകയാണ്. ഈ ഭൂമി ശപിക്കപ്പെട്ടതിന്റെ അടയാളമാണ് മുള്ളും പറക്കാരും. അതിന്റെ അടുത്ത അവസ്ഥ എന്ന് പറയുന്നത് നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷമുള്ള ഭൂമിയാണ്. ആ ഭൂമിയിലാണ് നമ്മൾ ഇപ്പൊ വസിക്കുന്നത്. ശാപം കിട്ടുന്നതിനുമുള്ള ഭൂമിക്ക് വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആ ഭൂമിയിൽ മനുഷ്യന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ. നമുക്കറിയാം മെതൂശലഹ് എന്ന് പറയുന്ന ആൾ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന ആളാണ്. അപ്പൊ മനുഷ്യന്റെ ആയുസ് വളരെ ദീർഘമായിരുന്ന ഒരു കാലം ഉണ്ടായി. മനുഷ്യന്റെ ആയുസ് ദീർഘമായ ആയുസ്. എന്നാൽ ആ ആയുസ് ചുരുങ്ങി വന്നു. പ്രളയത്തിന് ശേഷം ആ ഭൂമിയിൽ മനുഷ്യന്റെ ആയുസ് കർത്താവ് പറഞ്ഞു 120 വർഷമാണ്. 120. എന്നാൽ ദാവീദിന്റെ കാലമായപ്പോഴത്തേക്ക് അത് വീണ്ടും ചുരുങ്ങി. 70 ഏറിയാൽ 80. 80 കൂടുതൽ കിട്ടുന്നത് ബോണസ്. മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇനി സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് നമ്മൾ കയറുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയുടെ ആ ഭൂമിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്ന ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആ സമയത്ത് മനുഷ്യന്റെ ആയുസ് വീണ്ടും വൃക്ഷത്തിന്റെ ആയുസ് പോലെയാവും. മനുഷ്യന്റെ ആയുസ് മരണം വല്ലപ്പോഴൊക്കെ കാണത്തുള്ളൂ. മരണം വല്ലപ്പോഴൊക്കെ കാണത്തുള്ളൂ. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു അത്ഭുതമായിരുന്നു. ശിയാപ്രവൃത്തിയിൽ മനോഹരമായ ഒരു വാക്യം വാക്യത്തിൽ 100 വയസ്സുള്ളവൻ മരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശിശു മരിക്കുന്നത് പോലെയുള്ളത്. വളരെപ്പോഴൊന്നും മരിക്കും. അത് എവിടെയെങ്കിലും ഒരു മരണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചോദിക്കും എത്ര വയസ്സുണ്ടായിരുന്നു? 100 വയസ്സേ ഉണ്ടായിരുന്നു. 100 വയസ്സുള്ള ഒരാള് ശിശുവിനെ പോലെ, ശിശു മരിക്കുന്നത് പോലെ. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ളതായ ആ വ്യത്യാസം, അവരുടെ എനിമിറ്റി മാറുകയാണ്. ഒത്തിരി വ്യത്യാസങ്ങൾ, ധാരാളം വ്യത്യാസങ്ങൾ 1000 ആണ്ട് വാഴ്ചയിലുണ്ടായിരുന്നു. 7ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി. ഇന്നുള്ള ഭൂമി അതൊക്കെ നമ്മൾ പിന്നീട് അതിന്റെ കാരണങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കാം. സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്തെ പ്രത്യേകതകളൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഞാനിങ്ങനെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പുതിയ ആകാശം പുതിയ ഭൂമി. ആ പുതിയ ഭൂമിയിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. ഒന്നാമത്തേത് ആദിമ ഭൂമി, ആദ്യ ദൈവം സൃഷ്ടിച്ച ഭൂമി. ആ ഭൂമിയിലാണ് ലൂസിഫർ ആ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇന്ന് ഇച്ചിരി ഏഞ്ചലോളജി പറയാന്ന് വിചാരിച്ചോണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെരൂബുകളെ പറഞ്ഞ് പെട്ടെന്ന് നിർത്തി. അത് ഇച്ചിരിയുടെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു ഇന്ന് രാത്രി ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് അത് മാറ്റാം. കാരണം ഇത് പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ്സിന്റെ സമയം തീരും. അതുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ നമ്മുടെ ആ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കും. ഈ 4 പുത്രൻ എന്നുള്ള നിലയ്ക്ക് യേശുവിന്റെ 4 പേര് അത് പറഞ്ഞു നമുക്ക് ഇന്ന് ക്ലാസ് അത് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ സമയം തീരും. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കെരൂബിനെ കുറിച്ചും ഡെമനോളജിയൊക്കെ സാത്താന്യ പിശാചിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്ലാസ്സിൽ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ സദർ വരുവാണെങ്കിൽ നമുക്ക് അത് പറയാം. അപ്പൊ ഒന്നാമത്തേത് ആദിമ ഭൂമി എന്ന് പറഞ്ഞാൽ ആദിമ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. ആ ഭൂമിയിൽ ഒരു ഏദനുണ്ടായിരുന്നു. ആ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്നത് അനോയിന്റഡ് ആയിട്ടുള്ള ഒരു കെരൂബായിരുന്നു. അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ച് പ്രജന 28-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. നിങ്ങൾ വീട്ടിൽ പോയി ആ ഭാഗം വായിച്ചാൽ മതി. ആ ആദിമ ഭൂമിയിൽ ഒരു ഏദനുണ്ടായിരുന്നു. ആ ഏദനിൽ അനോയിന്റഡ് കെരൂബ്, ദൈവത്തിന്റെ തേജസ്സിനെ സിംഹാസനത്തെ മറയ്ക്കുന്ന
ആ മറയ്ക്കുന്ന ഒരു കെരൂബ് അവനെ അനോയിന്റ് ചെയ്ത് അവനെ എലിവേറ്റ് ചെയ്ത് ദൈവം ഒരു പ്രത്യേക കാര്യം ഏൽപ്പിച്ചു. ആദ്യം ആ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്നത് ലൂസിഫർ ആയിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്തപ്പോൾ അവനോട് കൂടെ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന ജീവജാലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ദിനോസറോ എന്നൊക്കെ ശാസ്ത്രം പറയുന്ന ജീവികളൊക്കെ അന്ന് ഉണ്ടായിരുന്നിരിക്കാം. ആ ഭൂമി ഒരു പ്രളയത്താൽ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. വിക്കൈ എന്നാണ് ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു എന്നല്ല, ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്നാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പാഴും ശൂന്യവുമായ ഭൂമി. പാഴും ശൂന്യമായ ഭൂമിയെ ദൈവം 6 ദിവസങ്ങൾ കൊണ്ട് നവീകരിച്ചു. 1-ാം ദിവസം 2-ാം ദിവസത്തെ സൃഷ്ടിപ്പൊക്കെ കാണാൻ കഴിയും. 6-ാമത്തെ ദിവസം ദൈവം മൃഗങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. 6 ദിവസങ്ങൾ കൊണ്ട് ഭൂമിയെ നവീകരിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഒരിക്കൽ ഒരു സമർത്ഥനായ ഒരു വിശ്വാസി, നല്ല ദൈവകൃപയുള്ള ഒരു പാസ്റ്ററോട് ഒരു കുരുക്ക് ചോദിച്ചു. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: ദൈവം എന്തുകൊണ്ടാണ് 1-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാൻ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ദേവദാസൻ നല്ല 1-ാം ദിവസം മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ്: 1-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ കുറെ കാലം കഴിഞ്ഞിട്ട് അവൻ കഴിയൊക്കെ ഒന്നുകൂടെ പിടിച്ചു കെട്ടി കോട്ടൊക്കെ ഒന്നുകൂടെ നേരെ ഇട്ടിട്ട് പറഞ്ഞേനമായിരുന്നു, ഞാനും ദൈവവും കൂടെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ അതിന്റെ ഉത്തരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് വേണ്ടിയതെല്ലാം ഒരുക്കിയ ശേഷം ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാൽ. ഇന്ന് രാത്രി നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഓർത്തുകൊള്ളയാണ്, നമുക്ക് വേണ്ടിയതെല്ലാം ദൈവത്തിന്റെ തിരുഹൃദയത്തിലുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടും രക്ഷിക്കപ്പെടാത്തത് കൊണ്ടല്ല, ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടാണ് രക്ഷയിലേക്ക് നമ്മളെ വിളിക്കുന്നത്, ദൈവകൃപയിലേക്ക് നമ്മളെ വിളിക്കുന്നത്. ആ ഒരു വലിയ പദവിയിലെത്താൻ ദൈവം നമുക്ക് തരുന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോ നവീകരിക്കപ്പെട്ട ഭൂമിയിൽ ഒരു ഏദൻ ഉണ്ടാക്കി. ആ ഏദനിൽ ദൈവം മനുഷ്യനെ ആക്കി. അവിടെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. എന്തിനാണ് ദൈവം മനുഷ്യനെ അവിടെ ആക്കിയത്? ആ 2 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. നമുക്ക് ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ഒത്തിരി ഉടമ്പടികളെ കാണാനായിട്ട് കഴിയും. ആ ഉടമ്പടി, 1-ാമത്തെ ഉടമ്പടി അവിടെ നമുക്ക് കാണാൻ കഴിയും. ആ ഉടമ്പടിയെ വേദപണ്ഡിതാക്കന്മാർ വിളിക്കുന്നത് ഏതന്യ ഉടമ്പടി എന്ന്, ഏതനിക് കവനന്റ്. ആ മനുഷ്യനോട് ഒരു ഉടമ്പടി, ആ ഉടമ്പടി ചെയ്തിട്ട് കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ്. ഈ ഉടമ്പടിയിലെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അങ്ങോട്ടും ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. ദൈവം ഇങ്ങോട്ട് വന്ന് നമ്മൾ അടുക്കൽ വന്ന് ഉടമ്പടി ചെയ്യും. ദൈവം പറയാം, ഉടമ്പടി എന്ന് പറയുന്നത് അതിനകത്ത് ക്ലോസുകളുണ്ട്, അതിനകത്ത് നിയമങ്ങളുണ്ട്. അപ്പൊ ദൈവം ഉടമ്പടി ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ ഇന്നതൊക്കെ നിനക്ക് തരാം. പക്ഷെ ദൈവത്തോടുള്ള വിധേയത്വവും ദൈവത്തോടുള്ള അനുസരണവും കാണിക്കാൻ വേണ്ടിയിട്ട് ദൈവം ആ ഉടമ്പടികളിലെല്ലാം ദൈവത്തിന്റെ ഒരു കണ്ടീഷൻ, നമ്മൾ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ, അത് ദൈവത്തോടുള്ള വിധേയത്വവും ദൈവത്തോടുള്ള ആ അനുസരണവും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം പറഞ്ഞു, വൃക്ഷത്തിന്റെ നടുക്ക് നിൽക്കുന്ന തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ ഒറ്റ കാര്യം, ഒരു കണ്ടീഷനെ വെച്ചു, ആ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നു. അപ്പൊ സാധാരണ എനിക്ക് തീരാട്ട സമയമായി, എങ്കിലും ഞാൻ പറഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഒരു സംശയമുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ലെങ്കിൽ, ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടോ, സാധാരണ കാണാനാണ് സാധ്യത. എന്തിനാ ദൈവം ആ വൃക്ഷത്തെ സൃഷ്ടിച്ചത്? അത് സൃഷ്ടിച്ചിട്ടല്ലേ അത് പറിച്ചു തിന്നത്? തിന്നരുതെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഒന്നുകൂടെ തിന്നാൻ ധൃതി കാണിച്ചത്? നമ്മുടെ കയ്യിൽ തുറന്നു നോക്കലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം തന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു സംശയമില്ല, അടുത്ത മണിക്കൂർ തുറന്നിരിക്കും. അപ്പൊ ഈ തിന്നരുതെന്ന് പറഞ്ഞാൽ അത് വൃക്ഷത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അത് അവൻ മറിച്ചു തിന്ന് അവനെ ശടിച്ച് നാശം ഉണ്ടാക്കി നമ്മളെല്ലാം കൂടി ഈ പരുവത്തിലാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കാറില്ല. അതില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കഷ്ടതയും പ്രയാസവും ഈ രക്ഷയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിശാചും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരണമായിരുന്നു. എല്ലാം ദൈവം തന്നെ ചെയ്ത പരിപാടിയല്ലേ. വൃക്ഷത്തെ ഉണ്ടാക്കി അത് തിന്നരുതെന്ന് പറഞ്ഞു, അവിടെ അവത്തെ പറിച്ചു തിന്ന് നാശം ഉണ്ടാക്കി ആകെ പഴപ്പഴം. അതിന്റെ ഉത്തരം ഞാൻ പറയാം. അവന് തിന്നാൻ വേണ്ടി തന്നെ ദൈവം അത് ഉണ്ടാക്കി. പക്ഷെ അന്നേരം അല്ല തിന്നണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായി, കൊച്ചു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായി. ജനിച്ചൊരു 10 ദിവസമായ ഒരു കുഞ്ഞിന് നമ്മൾ ആട്ടിറച്ചി കൊടുക്കുമോ? ഇല്ല.
നമ്മൾ കൊടുക്കാനിരിക്കുക. 5-6 വയസ്സാകുമ്പോൾ ഇതേ സാധനം കൊടുക്കും. എന്താ കൊടുക്കാത്തത്? ഇപ്പൊ കൊടുക്കാത്തത് എന്താണ്? അത് തിന്നാനുള്ള കഴിവ്, അത് ദഹിക്കാനുള്ള കഴിവ്. 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ദൈവത്തോടുള്ള വിധേയത്വവും അനുസരണവും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് തിന്നരുതെന്ന് പറയുന്നത്. എന്നാൽ അവൻ മെച്ചറാകുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ അവന് വിശുദ്ധിയിൽ മെച്ചറാകുമ്പോൾ ഇത് അവന് തിന്നാൻ വേണ്ടി തന്നെ അതേ ഒരുക്കി. പക്ഷെ അന്നേരം കഴിക്കാൻ അവനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അത് തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഇവൻ ധൃതഗതി കാണിച്ച് തിന്ന് നാശമുണ്ട്. വൈസലോ. കാരണം ദൈവം നമ്മളെ ഉണ്ടാക്കിയത് വിൽ പവറോടുകൂടെയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഏത് സെലക്ട് ചെയ്യണം, ഏത് സെലക്ട് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുതെന്ന് നമുക്കറിയാം. നമ്മുടെ വിൽ പവറും. ദൈവം മനുഷ്യനെയും ദൂതന്മാരെയും ഒക്കെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അവരുടെ ആ വിൽ പവറില്ല, അവരുടെ ആ പേഴ്സണാലിറ്റി, വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിനകത്ത് ഒത്തിരി കാര്യങ്ങളും. ദൈവം അതൊരിക്കലും ഒരു റോബോട്ട് പോലെ ഉണ്ടാക്കിയൊക്കെയല്ല. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റോബോട്ട് പോലെ, കീ എടുത്ത് ഓടിക്കുന്ന ഒരു കളിപ്പാട്ടം പോലെയൊന്നും അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. അപ്പൊ അവൻ്റെതായ ഡിസിഷൻ എടുക്കാനുള്ള കഴിവുകളുണ്ട്. അവരൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അവനെ ഒരു പ്രവേശ പീരീഡിലാക്കി. ആ പ്രവേശ പീരീഡില് ഒരു കുഴപ്പം കാണിച്ചു, പാപം ചെയ്തു. എന്നാൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ദൈവം ആദരിക്കാത്ത 4 കൂട്ടം കാര്യങ്ങൾ വേദോസത്തിലുണ്ട്. അതില് ഒന്ന്, ദൈവം ദൂതന്മാരെ ആദരിച്ചു, അവർക്ക് രക്ഷയില്ല. എന്നാൽ ദൈവം മനുഷ്യനെ രക്ഷയ്ക്കായി കണ്ടു. അവൻ നശിച്ചു പോകാതെ അവനൊരു വീണ്ടെടുപ്പ് ഒരുക്കി. നഷ്ടപ്പെട്ടു പോയ ആദിമ ഭൂമിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചാക്കിയ ആ മനുഷ്യന് എന്തൊക്കെ പദവികൾ ഉണ്ടായിരുന്നോ ആ പദവികളെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, വേദപുസ്തകത്തിന്റെ ആകെ മൊത്തം ദൂത് എല്ലാം കൂടെ ഒറ്റ സെന്റൻസിലാക്കി പറഞ്ഞാൽ, മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് അത് അവന് തിരികെ കൊടുക്കാൻ വേണ്ടി ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടിയുള്ള ശിക്ഷ കാൽവരി ക്രൂസിൽ ഏറ്റെടുത്ത് നമ്മളെ വീണ്ടെടുത്ത്, എന്ത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയോ അത് നമുക്ക് വീണ്ടെടുത്ത് തരുന്നതിന്റെ അതിന്റെ ദൈവിക പ്ലാനാണ് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇനി 2-3-4 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞാൽ നിർത്താം. പുത്രൻ എന്നുള്ള നിലയ്ക്ക് 4 പേരുകൾ. ഒന്ന്, ദാവീദിന്റെ പുത്രൻ. ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് ദാവീദിന്റെ സിംഹാസനത്തിന് യേശുവാണ് അവകാശി. ആ സിംഹാസനത്തിന് അവകാശിയാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ആ വംശാവലി എഴുതിയിരിക്കുന്നത്. ദാവീദിന്റെ സിംഹാസനത്തിന് യേശുവാണ് അവകാശി എന്ന് ആക്ഷരികമായി വംശാവലി കൂടെ തെളിയിക്കുകയാണ് 1-ാം അധ്യായത്തിൽ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് അബ്രഹാമിന്റെ പുത്രൻ എന്നാണ്. അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു, നീ തലപൊക്കി നോക്കുക, ഈ ദേശമൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തു, ഒരു അതിരൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പലസ്തീൻ, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ, അബ്രഹാമിന് നിനക്ക് ഈ സ്ഥലം തരാമെന്ന് പറഞ്ഞു ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലത്തിന്റെ യഥാർത്ഥ അവകാശം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള യേശു ക്രിസ്തു. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് ഈ ആദാമിന് നഷ്ടപ്പെട്ടു പോയ കാര്യം, അവന് ഭൂമിയുടെ ഭരണം, ഭൂമി അവന് ദൈവം പറഞ്ഞു നീ സകലത്തെയും ഭൂമിയെ ഭരിക്കാൻ ഏൽപ്പിച്ചത്. അപ്പൊ ഭൂമി അവന് ഭരിക്കാനാണ് ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. മൃഗങ്ങളെ കാണുന്ന എല്ലാത്തിനെയും ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവനെ ഏൽപ്പിച്ചത്. പക്ഷെ ആ പദവി അവന് നഷ്ടപ്പെട്ടു. സാത്താൻ അവനെ തോൽപ്പിച്ച് അവന്റെ കൈവശം ഉണ്ടായിരുന്നത് തട്ടിപ്പറിച്ചെടുത്തു. എന്നാൽ മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സാത്താനെ, മനുഷ്യനെ, ആദാമിനെ തോൽപ്പിച്ച ആ സാത്താനെ കാൽവരി ക്രൂസിൽ യേശു ക്രിസ്തു തോൽപ്പിച്ച 2-ാം ആദാമായ യേശു, ആ ഒടുക്കത്തെ ആദാമായ യേശു ആ സാത്താനെ തോൽപ്പിച്ച് അവൻ കൈവശമാക്കിയിരുന്നത് വീണ്ടെടുത്ത് മനുഷ്യർക്ക്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും തിരികെ തരുന്നതാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. 7 മുദ്രകൾ പൊട്ടിക്കുന്നതിൽ കൂടെ ഒക്കെ അതൊക്കെ കാണാൻ കഴിയും. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് ഭൂമിക്ക് യേശുവാണ് ശരിയായിട്ടുള്ള അവകാശം. ഇനി 4-ാമത്തെ പേര് ദൈവപുത്രൻ എന്ന്. ദൈവപുത്രൻ എന്നുള്ള നിലയ്ക്ക് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അവകാശം യേശു ക്രിസ്തു. ഇപ്പൊ പുത്രൻ എന്നുള്ള നിലയ്ക്ക് 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അവകാശിയായിട്ടാണ് കർത്താവ് നിൽക്കുന്നത്.
കർത്താവ് മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് മനുഷ്യനായി വരേണ്ട കാര്യം എന്താണ്? മനുഷ്യനായി വരേണ്ടതിന് കാരണങ്ങളുണ്ട്. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് ഒന്നാമത് അവൻ വീണ്ടെടുപ്പുകാരൻ. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് മാത്രമേ വീണ്ടെടുപ്പുകാരൻ, ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. റെഡീമർ, ഈസ് ദ റെഡീമർ. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് യേശു വീണ്ടെടുപ്പുകാരൻ. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്കാണ് ന്യായാധിപനായിരിക്കും. സകല ന്യായവിധിയും ദൈവം പിതാവിനെ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുക. എന്താ ഏൽപ്പിച്ചതിന്റെ കാരണം? മനുഷ്യനായി ജനിച്ച് ജീവിച്ച യേശു ക്രിസ്തുവിന് മനുഷ്യനെ നമ്മളെന്തെങ്കിലുമൊക്കെ ഒഴിച്ചു പറഞ്ഞാൽ രക്ഷയില്ല. യേശു ക്രിസ്തു മനുഷ്യ ശരീരം എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ പോലെ വിശപ്പും ദാഹവും ഒക്കെ അറിയാവുന്ന ഒരാളായി. പ്രൈസലോ. അപ്പൊ ന്യായാധിപൻ, ജഡ്ജാണ്. മൂന്നാമത്തെ കാര്യം, മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് ഈസ് ദ കിങ്. അവൻ രാജാവ്, ന്യായാധിപതി, വീണ്ടെടുപ്പുകാർ. ഈ മൂന്ന് നിലയിൽ മനുഷ്യപുത്രനായ യേശുവിന്റെ പ്രത്യേക ഔദ്യോഗിക പദവികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താൻ, നമ്മൾ എങ്ങും പറഞ്ഞ് അവസാനിപ്പിക്കത്തില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് വീണ്ടും തുടരാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കയറാം. പ്രൈസലോ. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ വേഗത്തിൽ പറഞ്ഞുപോയി. ഒന്നുകൂടെ അതൊന്ന് റിക്ലക്ട് ചെയ്യാം. വെളിപ്പാട് പുസ്തകത്തിന്റെ എന്റെ വേറൊരു പേര് ഏഴുകളുടെ പുസ്തകം എന്നാണ്. ആ നിലയ്ക്ക് ആ വെളിപ്പാട് പുസ്തകത്തിലെ ഏഴുകൾ നമ്മൾ ഒന്ന് ഓടിച്ചൊന്ന് നോക്കുവാൻ കൊണ്ടിടയായി. അതെല്ലാം വിശദീകരിച്ച് പഠിച്ചില്ല. 3 വെളിപ്പാട് പുസ്തകത്തെ തിരിച്ചു പഠിച്ചു. 7 വിഷയത്തോടുള്ള ബന്ധത്തിൽ 7 നമ്മൾ തിരിച്ചു പഠിച്ചു. ഇനി ഓരോ അധ്യായത്തിലും 22 അധ്യായങ്ങളിലും ഓരോ വിഷയങ്ങളും, ആ വിഷയങ്ങൾ ഇനി നമ്മൾ ഓരോ അധ്യായങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാകും. ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ വെളിപ്പാട് ദിവസം ഇനി നിങ്ങൾ വീട്ടിൽ പോയി ഇതൊരു 2 പ്രാവശ്യം വായിക്കണം വെളിപ്പാട് ദിവസം. കാരണം ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യവാൻ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾക്കുന്നവൻ ഭാഗ്യം. അപ്പോൾ നമുക്ക് അത് വായിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഈ ഞാനിപ്പോ പറഞ്ഞ അതിന്റെ ഡിവിഷന്റെ ബേസിസിൽ ഈ അർത്ഥം വെച്ച് നിങ്ങൾ ഇനി വെളിപ്പാട് ദിവസം 22 അധ്യായം വായിക്കണം. വായിച്ചു കഴിയുമ്പോഴത്തേക്ക് 2 പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്ക് ഈ ക്ലാസ് എടുക്കാൻ എളുപ്പം ഉണ്ടായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ദൈവമായിട്ട് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഈ ഇന്ന് കർത്താവ് വന്നാൽ ഇന്ന് മുതൽ ഭൂമിയിൽ ട്രിബുലേഷൻ തുടങ്ങുമല്ലേ? നമ്മളെ കർത്താവ് വരുന്ന കാര്യം നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അത് ഇപ്പൊ പെട്ടെന്ന് ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇന്ന് കർത്താവ് വന്നാൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അത് ഇച്ചിരി ഡീപ്പായിട്ട് ഒന്ന് പഠിക്കാം. അത് ഇച്ചിരി സമയം എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഒരു ഡൗട്ട് ഒന്ന് ചോദിക്കാൻ വേണ്ടി ബസ്. അത് കഴിഞ്ഞ ഉടനെ 7 വർഷം തുടങ്ങുമല്ലേ? 7 വർഷം അത് കഴിഞ്ഞ ഉടനെ 7 വർഷം തുടങ്ങണമെന്നില്ല. അത് കഴിഞ്ഞ ഉടനെ 7 വർഷം തുടങ്ങണമെന്നില്ല. ആ 7 വർഷത്തിനിടയ്ക്ക് നടക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു വെളിപ്പെടുക. എതിർ ക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പെയാണ് ദൈവസഭ എടുക്കപ്പെടുന്നത്. കാരണം എതിർ ക്രിസ്തു ഭരിക്കുന്ന സമയത്ത് ദൈവസഭ ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ ദൈവസഭ ഇവിടെ എടുക്കപ്പെട്ട ശേഷം, കാരണം അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ. ഈ തടുക്കുന്നത് ആരാണ്? റീസ്റ്റെയിൻ ചെയ്യുന്നത്, തടുക്കുന്നത് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് പോകുന്നത് ദൈവസഭയിൽ പോയി. റുബേക്കയുമായിട്ട് എലിയസർ പോയതുപോലെ എലിയസർ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിൽക്കും. അവളുടെ അപ്പന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുക. ഈ എലിയസറാണ് ഇസാഖിനെടുക്കും. ഇസാഖ് യേശുക്രിസ്തുവിനെതിരായിട്ട് എടുക്കും. അപ്പൊ ആ കൊണ്ടുപോകുന്നത് എലിയസറാണ്. എന്നതുപോലെ പരിശുദ്ധാത്മാവ് ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭയെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ അധർമ്മത്തിന്റെ മർമ്മത്തിന് വെളിപ്പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പോ നമ്മൾ ആ രീതിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുങ്ങിയിരിക്കുന്ന അധർമ്മമൂർത്തി അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടും. അപ്പൊ അന്ന് പോലെ ചിലപ്പോൾ ആരംഭിക്കും. നാളെ മുതൽ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ. അന്നേരം ആ 7 കഴിഞ്ഞാൽ ഉടനെ പിന്നെ സഹസ്രാബ്ദമാണോ? 7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ആന്റി ക്രൈസ്റ്റിനെ ഈ 2 പേര് ജീവനോടെ സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് 2 പേര് ജീവനോട് സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടത്? മോശെയും ഏലിയാവും. ജീവനോടെ എടുക്കപ്പെട്ട 2 പേര്. ഒന്ന് ഹാനോക്ക്, കറക്റ്റ്. ഒന്ന് ഹാനോക്ക്, രണ്ടാമത്തേത് ഏലിയാവ്.
മോശ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു, മരിച്ചു അടക്കപ്പെട്ടു. ദൈവം തന്നെ അടക്കം, ദൈവം മരിച്ചുപോയി, മോശ മരിച്ചാണ്. അപ്പൊ ഇവര് നിൽക്കുന്നത്, അവര് ജീവനോടെ ഉയർക്കുന്ന വിശുദ്ധന്മാർക്കും ജീവനോടെ രൂപാന്തരം പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്കും നിഴലായിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ എല്ലാവരും മരിക്കത്തില്ല, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യൻ നിയമിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ രൂപാന്തരം, ഈ രൂപാന്തരം പ്രാപിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തു വരുന്നതോടുള്ള ബന്ധത്തിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ, ദൈവസഭയിൽ അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ, വിശുദ്ധന്മാരായിട്ടുള്ളവർ രൂപാന്തര ശരീരികളായിട്ട് മാറുകയാണ് ചെയ്യും. അവരുടെ ശരീരം മാറും, അവർ മരിക്കത്തില്ല, അവരുടെ ശരീരം മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് ഞാൻ വരും. നിങ്ങൾ അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിപ്പോകാൻ. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മരിക്കാൻ പിന്നെ ന്യായവിധി എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ 2 സാക്ഷികളൊക്കെ പഠിക്കുമ്പോൾ ഇത് ഈ ഭാഗത്തോട്ടൊക്കെ വരും. അപ്പൊ ഇത് ഇപ്പോഴേ ഇച്ചിരി മനസ്സിലിരിക്കുന്നത് നല്ലതാണ്. 2 പേരും ജീവനോട് എടുക്കപ്പെട്ട 2 വിശുദ്ധന്മാരും, ആനോക്കും ഏലിയ. ഇതുപോലെ ജീവനോടെ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന 2 പേര്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ആന്റി ക്രൈസ്റ്റും കള്ളപ്രവാചകനും അവരെ ജീവനോടെ ഈ നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. അതിന് എപ്പോഴെങ്കിലും ഞാൻ പറയാം. നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. അതില് തീയും ഗന്ധവും കത്തുന്ന പൊയ്ക, അത് ഉണ്ടാക്കിയിരിക്കുന്നത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുക. പക്ഷെ ഇതുവരെ അത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടില്ല. നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കണം. സ്വർഗവും പഠിക്കണം, നരകവും പഠിക്കണം. നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. ഈ നരകത്തിന് 5 ഭാഗങ്ങൾ, 5ാമത്തെ ഭാഗമാണ് യഥാർത്ഥത്തിൽ തീയും ഗന്ധവും കത്തുന്ന പൊയ്ക. ആ നരകത്തിനകത്ത് 5 കൂട്ടം കാര്യങ്ങൾ, കടാത്ത തീയ, ചാകാത്ത പുഴു, ഇരുട്ട്, ഇങ്ങനെ പറഞ്ഞ ഒരു 5 കൂട്ടം കാര്യങ്ങൾ. അപ്പൊ അതില് ഗന്ധകം, ഇങ്ങനെയുള്ള 5 കൂട്ടം കാര്യങ്ങളുണ്ട്. ഈ നരകം ഉണ്ടാക്കിയിരിക്കുക. ഈ നരകം എവിടെയാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാം. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. സ്വർഗവും നരകവും ഒക്കെ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ നരകം ഇനാഗ്രേറ്റ് ചെയ്തിട്ടില്ല, ഇനി അത് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരെ ജീവനോടെ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ആ വാക്യം സഭയില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. ആ വാക്യം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവരെ 2 പേരെയും കഴിഞ്ഞിട്ട് അപ്പോൾ ഇവര് നരകത്തിലേക്ക് തള്ളിക്കളയുകയാണ്. അപ്പൊ കർത്താവ് വന്നിട്ട് സഭ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് 7 വർഷം, ഈ 7 വർഷം നമ്മള് കർത്താവിനോട് കൂടെ ഇരിക്കുകയാണ്. അപ്പൊ അതില് അന്നേരം ചിന്തിക്കേണ്ട ഒരു വേറൊരു വിഷയമാണ് 7 ന്യായവിധികൾ, 7 ജഡ്ജ്മെന്റ്സ്. വേദപുസ്തകത്തിൽ 7 ന്യായവിധികൾ. അതിൽ വിശുദ്ധന്മാരുടെ ന്യായവിധിയാണ്. വിശുദ്ധന്മാരുടെ ന്യായവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ വിധിക്കുകയല്ല. ഈ 7 വർഷം കർത്താവ് നമുക്ക് ഓരോരുത്തരെയായിട്ട് നമ്മളെ വിളിച്ച് അവരുടെ പ്രവർത്തികൾക്കൊത്തവണ്ണം ദൈവം നമുക്ക് പ്രതിഫലം തരുന്ന എല്ലാവരും. എന്തിനൊക്കെ പ്രതിഫലം ഉണ്ട്, എന്തിനൊക്കെ പ്രതിഫലം ഇല്ലെന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇങ്ങനൊന്നും ജീവിക്കത്തില്ല. കുറച്ചുകൂടെ ചൂടായിട്ടൊക്കെ ജീവിക്കും. അതും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അതിലൂടെ നമുക്ക് കയറിപ്പോകാം. അപ്പൊ 7 വർഷം എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ ഈ മണിയറവാസം എന്നൊക്കെ ആളുകൾ പറയാറ്. ആ 7 വർഷം കർത്താവ് ഓരോ വിശുദ്ധന്മാരെ, അവരെ ഓരോരുത്തരെയും പേര് വിളിച്ച് നമുക്ക് പ്രതിഫലം തരുന്നതായ സമയമുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് അത് നമുക്ക് പ്രതിഫലം കിട്ടും. ഒത്തിരി പ്രതിഫലം. സാധാരണ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ഓർമ്മ വരുന്ന 5 കിരീടങ്ങളാണ്. 5 കിരീടങ്ങൾ മാത്രമല്ല, 5 കിരീടങ്ങൾ മാത്രമല്ല, വേറെ ഒത്തിരി പ്രതിഫലം, ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം പോലും ദൈവനാമത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടാതെ പോലെ. അത് യേശു കർത്താവ് തന്നെ പറഞ്ഞു. കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളത്തിനെങ്കിലും പ്രതിഫലം കിട്ടും. ഇപ്പൊ പണ്ട് KM പ്രാശ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. വെറും പച്ചവെള്ളം ഒരു ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടുമെങ്കിൽ അത് തിളപ്പിച്ചാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം പ്രതിഫലം കിട്ടും. ഇനി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ചക്കരയും കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം കൂടുക. പിന്നെ അതിന്റെ കൂടെ സമോസയും കൂടെ കഴിക്കാൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പ്രതിഫലം കൂടുക. അപ്പൊ നമ്മൾ ചെയ്യുന്നതിനെല്ലാം, ചെറിയ കാര്യത്തിൽ പായിട്ടതിനും ഒക്കെ മൈക്കൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രതിഫലമുണ്ട്. സകലത്തിലും ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് പഠിക്കും. അപ്പൊ ഈ പ്രതിഫലം കൊടുത്തു കഴിഞ്ഞിട്ട് കർത്താവ് ആക്ഷരികമായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. അപ്പൊ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ 7 വർഷത്തെ മഹോപദ്രവകാലം ആരംഭിക്കുന്നത് തുടങ്ങുന്നത് ഈ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണത്തോടു കൂടി. അതാണ് 1260 വർഷം, 3.5 വീതമുള്ള
7 വർഷത്തെ 2 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അഹോദരകാലത്തിന്റെ ആദ്യ പാദവും രണ്ടാമത്തെ പാദം. ആദ്യത്തെ 3.5 വർഷം, രണ്ടാമത്തെ 3.5 വർഷം. അപ്പൊ ഈ 3 അധികം 3 എന്ന് പറയുന്നത് ആന്റി ക്രൈസ്റ്റ് ഈ ഭൂമിയെ ഭരിക്കുന്ന സമയമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഇന്ന് കർത്താവ് വരുന്നെന്ന് വിചാരിക്കുക. ഇന്ന് കാലം ഞാൻ ചോദിച്ചാൽ നാളെ എന്തായാലും ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടാൻ സാധ്യതയില്ല. അതെല്ലാം ഒരുങ്ങി വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഒരുങ്ങി എല്ലാം അതിന്റെ പ്രത്യക്ഷത വന്നു കഴിയുമ്പോഴാണ് കർത്താവ് വരുന്നത്. അപ്പൊ നമുക്കിങ്ങനെ അവസാനിപ്പിക്കാം. ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന 7 വർഷം, ആ 7 വർഷത്തെ നമുക്ക് മഹോപദ്രവകാലം എന്ന് വിളിക്കും. ആ 7 വർഷം ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ അന്തിക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുന്ന കാലം. നമുക്ക് അത് ഇച്ചിരൂടെ വിശദമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പഠിക്കും. ഇനി എന്താണ് സംശയം? ഇനി ആർക്കെങ്കിലും നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ പറഞ്ഞാൽ എന്തെങ്കിലും ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്തെങ്കിലും സംശയം, പഠിച്ച കാര്യം മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാ കർത്താവ് ഈ അറിവിന്റെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷയം ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അതൊരു സാധാരണ ചോദിക്കാവുന്ന സാധ്യതയുള്ള ഒരു ചോദ്യം. അതുപോലുള്ളൊരു ചോദ്യമാണ്. ഇനി നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ച് പറയണം. കായലിന് ഒരു ഭാര്യയെ കിട്ടി. ആ ഭാര്യ എവിടുന്നായിരുന്നു? അപ്പോൾ ആബേലിനെ കായനെ സൃഷ്ടിച്ചു. പിന്നെ കായൻ പോയി ഭാര്യയെ പരിഗ്രഹിച്ചു കല്യാണം കഴിച്ചെന്ന് എഴുതി. അപ്പൊ ആ ഭാര്യ എവിടുന്ന വന്നത്? ആ ചോദ്യത്തിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉത്തരം കണ്ടുപിടിക്കാം. ഇന്ന് നമുക്ക് ആ ക്ലാസ് അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറക്കാതെ എന്നോട് ചോദിക്കുക, അതിന് ഉത്തരം ഞാൻ പറഞ്ഞു. താങ്ക് യു മാസ്റ്റർ.